അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ബീഫ് ചുക്കൻ കേട്ടോ. ഇത് റംസാൻ സ്പെഷ്യലാണ്. എപ്പോഴെങ്കിലൊക്കെ നമ്മൾ പൊറാട്ട പത്തിരിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതേമാതിരി നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എനിക്കൊരു മോട്ടിവേഷനും വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിനു വേണ്ടി 1 kg ഇറച്ചി വാങ്ങിയിട്ടുണ്ട്. അത് കഴുകി നല്ല എടുത്തിട്ട് കുക്കറിൽ വേവിക്കാനുണ്ടതാണത്. ഇത് നല്ല ഒന്ന് കഴുകിങ്ങാണ്ട് കുക്കറിലിടാം. എന്നിട്ട് ഇതിനും വേണ്ടി 1 സ്പൂണ് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, പിന്നെ 1 സ്പൂണ് ഇഞ്ചി പേസ്റ്റ്, പിന്നെ ഇതിന് ആവശ്യത്തിനുണ്ട് ഉപ്പ്, 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതിലേക്ക് 2 സ്പൂണും മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും. നിങ്ങൾക്ക് ആവശ്യത്തിനുണ്ടായ എരിവ് നോക്കി. ഇതിൽ പെപ്പർ ഇടുന്നതുകൊണ്ട് ഞാൻ മുളക് പൊടി കുറച്ചിടണുള്ളൂ. കാശ്മീർ ചില്ലി പൗഡറാണിത്, അതുകൊണ്ട് ഞാൻ കുറച്ചിടണുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടതിൻ്റെ ശേഷം ഒന്ന് നല്ല കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കണം. ഇത് മസാലയൊക്കെ നല്ല ഒന്ന് പിടിക്കാനും വേണ്ടിയിട്ടാണ് ഇത് മിക്സ് ആക്കുന്നത് കേട്ടോ. കുക്കറിൽ വെക്കുമ്പോൾ മേലെ മാത്രം മസാല ആകുമ്പോൾ ഉപ്പ് എരും പുളിയൊന്നും ഇറങ്ങൂല അതിലേക്ക്. നല്ല മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുക്കറിലേക്ക് വേവിച്ച് കൊടുക്കാം. ഇതൊരു 8 വിസിൽ വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ആക്കാം. നമ്മൾ ഈ ഇറച്ചി താളിക്കാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 ഉള്ളി മുറിച്ച് വെച്ചിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊന്ന് മൂക്കട്ടെ. നല്ല മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇറച്ചി വേവിച്ചത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഇറച്ചിയുടെ വെള്ളമൊക്കെ നല്ലൊന്ന് വറ്റി കിട്ടണം കേട്ടോ, എന്നാലേ നമുക്ക് അടുത്ത മസാലയൊക്കെ ഇതിലേക്ക് വിടാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ റംസാനൊക്കെ ഇത് വേവിച്ച് നല്ല വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് വെളിച്ചൊക്കെ കണിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റണ സാധനം. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 കുരുമുളക് പൊടി, 2 സ്പൂണ് കുരുമുളക് പൊടി, ഇനി ഇതിലേക്ക് 1/2 തക്കാളി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് നല്ല മിക്സ് ആയതിൻ്റെ ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇട്ടത് നല്ല ഒന്ന് ഈ എണ്ണയിൽ തന്നെ നല്ല ഒന്ന് പൊരിച്ചെടുത്താൽ നമ്മളെ ബീഫ് ചുക്ക റെഡി ആയി കഴിഞ്ഞ്. ഇതൊന്ന് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.